Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു ഷാൻസും അവന്റെ കൂടെ വന്നവനും അവർ രണ്ടുപേരും ലോക്കിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ റോഡ് വില്ലനെ കാണിക്കും. ലൂഫിയും നാമിയും ചേർന്ന് ഇപ്പോൾ അവനുമായിട്ട് ആ കീ എടുക്കാൻ പാലസിലേക്ക് പോയിരിക്കുകയാണ്. നാമിക്കാണെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് ആ പാലസിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റ്സ് അത് കിട്ടാതിരിക്കില്ല എന്ന്. സോളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. ആ റോഡ് വില്ലനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ കോട്ട അതിതാണ്, ആ ലെജൻഡറി കിങ് താമസിച്ചിരുന്ന അതേ കൊട്ടാരം. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും. വാവ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കോട്ടയുടെ ഉള്ളിൽ ഓട്ട, അതുപോലെ തന്നെ കോട്ടയുടെ കൊടി, അങ്ങനെയെല്ലാം അടിപൊളിയായിരിക്കുന്നു. എത്രയും വേഗം എനിക്ക് അവിടേക്ക് പോകണം. നാമിയുടെ എക്സ്പെക്ടേഷൻസ് ആണെങ്കിൽ ഒന്നിനൊന്നിന് കൂടി വരികയാണ്. ആ ഒരു വലിയ കോട്ടയുടെ പേരാണ് ഔറസ്റ്റ്. അത്രയും വലിയ ജയൻസിന് വേണ്ടി അത് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ആ കോട്ട വളരെ വലുതാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കോട്ടയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അതിൻ്റെ അരികിലേക്ക് വരും. അവർ ആ കോട്ടയുടെ ചുറ്റും നോക്കും. കോട്ടയാണെങ്കിൽ ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ച് അതുപോലെ തന്നെ വളരെയധികം ഡേർട്ടായിട്ട് അങ്ങനെ കിടക്കുകയാണ്. കിങ് മരിച്ചിട്ട് 14 വർഷമായി. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആരും ഈ ഒരു കോട്ടയിലേക്ക് വരാനോ ഇതിനെ വൃത്തിയാക്കി ഇടാനോ തയ്യാറായിട്ടില്ല. ലൂഫിക്കാണെങ്കിൽ ആ കോട്ട കണ്ട് അവന്റെ എക്സൈറ്റ്മെന്റ് കൂടി വരും. അതിൻ്റെ അകത്ത് എന്താണ് ആ ഒരു കീ, അതെവിടെയാണെന്നൊക്കെ അറിയാഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. റോഡാണെങ്കിൽ ഭയത്തോടു കൂടെ പറയും, 14 വർഷമായിട്ട് ഈ കോട്ടയ്ക്കകത്തേക്ക് ആരും പോയിട്ടില്ല. ലൂഫി ആണെങ്കിൽ തുള്ളിച്ചാടി പറയും, എങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയാലോ. അപ്പോഴായിരിക്കും റോഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ കോട്ടയുടെ വാതിലിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുകയാണ്. ആരോ അത് തകർത്ത് അകത്തേക്ക് പോയിട്ടുണ്ട്. അവനാണെങ്കിൽ ഷോക്കായിട്ട് ഈ കോട്ടയെ പ്രൊട്ടക്ട് ചെയ്ത് കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെവിടെ പോയി, എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. നാമി ആണെങ്കിൽ അവന്റെ കഴുത്ത് പിടിച്ച് പുറകിലേക്ക് വലിക്കും. സോറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് വണ്ടർ അടിക്കും. പുറത്തുനിന്ന ആള് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിച്ച് അവൻ ആ ഡോറിന്റെ പീസ് അത് കയ്യിലെടുക്കും. അപ്പോഴായിരിക്കും അവന് മനസ്സിലാവുക ആ ഡോർ തകർത്തത് പുറത്തു നിന്നല്ല, മറിച്ച് ആ കോട്ടയുടെ അകത്തു നിന്നാണെന്ന്. ആക്ച്വലി ഷാങ്സും ആ ഒരു പെണ്ണും അവർ രണ്ടുപേരും ആ കോട്ടയുടെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഇവിടെ റോഡ് പയ്യനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, എങ്ങനെ ഇൻക്ലൂഡേഴ്സ് ഇതിന്റെ അകത്തേക്ക് വന്നു, അവരെന്തിനീ ഡോർ തകർത്ത് പുറത്തേക്ക് പോയി, ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവർക്ക് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വരികയാണ്. റോഡാണെങ്കിൽ കൂലങ്കക്ഷായിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സോറോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരികയാണ്. ലൂഫി ആണെങ്കിൽ അവളുടെ കൈ തട്ടി മാറ്റി, എനിക്ക് എത്രയും പെട്ടെന്ന് ആ കീ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഉഷാറായി പാട്ടൊക്കെ പാടി അകത്തേക്ക് ഓടും. റോഡാണെങ്കിൽ ലൂഫിയെ വിളിക്കും, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ആരൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്കത് എന്താണെന്ന് അറിഞ്ഞിട്ട് അകത്തേക്ക് പോകാമെന്ന് പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഇപ്പോൾ ആവശ്യം കീയാണ്. അവനതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോവും. തൊട്ടു പിന്നാലെ സോറോയും നാമിയും അവരും അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവനാണെങ്കിൽ പതിയെ തലയൊക്കെ ആ കോട്ടയ്ക്കകത്തേക്ക് ഇട്ട് നോക്കുകയാണ്. അകത്തേക്ക് കയറാൻ അവന് ഒരുപാട് പേടി തോന്നും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ ആ കോട്ടയ്ക്കകത്തേക്ക് വന്ന് ചാടിത്തുള്ളി നടക്കുകയാണ്. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ സീലിംഗ് പോലും കാണാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് വലുതാണ് ഈ കോട്ട എന്ന് പറഞ്ഞ് അവൻ അതിന്റെ മുക്കും മൂലയും ഓടി നടന്ന് കാണും. അമ്മയും സോറോയും ആണെങ്കിൽ ആ റോഡ് പയ്യനെ തിരിഞ്ഞു നോക്കും. അവൻ ഇപ്പോഴും ആ ഡോറിന്റെ അവിടെ ഭയന്ന് നിൽക്കുകയാണ്. നീ എന്താ അവിടെ നിൽക്കണേ, ഞങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് നാമി ആക്രോശിച്ചുകൊണ്ട് പറയും. അതിനവൻ പറയും, എനിക്ക് അകത്തേക്ക് വരാൻ പേടിയാണ്, ഞാൻ ഇവിടെ നിൽക്കാം. ഉടനെ നാമി അവളുടെ സ്റ്റിക്ക് എടുത്ത് ലൈറ്റ്നിങ് പവർ ഒന്ന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവൻ ഭയപ്പെടുകയാണ്. അവനാണെങ്കിൽ ഭയന്ന് വിറച്ച് ഇപ്പോൾ നാമിയുടെ അരികിലേക്ക് വരികയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, ഞങ്ങൾക്കിതുവഴി നടക്കാനൊന്നും പറ്റുന്നില്ല, ഞങ്ങളെ തൂക്കിയെടുത്ത് ഇവിടെ മുഴുവൻ ചുറ്റി കാണിക്കേ. അത് കേട്ട് അവനാണെങ്കിൽ എസ് പറഞ്ഞ് സോറോയെയും അതുപോലെ തന്നെ നാമയെയും തൂക്കിയെടുത്ത് അവിടെ മുഴുവൻ അങ്ങനെ ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഒറ്റയ്ക്ക് അതുവഴി ഓടി നടക്കും. അതിനുശേഷം റോഡോ പയ്യനോട് ചോദിക്കും, ആ കീ എവിടെയാണുള്ളത്. അതിനവൻ പറയും, ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, ഞാൻ ഈ ഐലാൻഡിലുള്ള ആള് തന്നെയാണ്, പക്ഷേ ഈ കോട്ടയ്ക്കകത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല മുൻപ്, എന്നോട് ക്ഷമിക്കണം, എനിക്കത് എവിടെയാണെന്ന് അറിയില്ല. അതിന് ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അത് കുഴപ്പമില്ല, ഇപ്പൊ നീ ഞങ്ങളോടൊപ്പം വന്നല്ലോ, ഈ കോട്ട ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ കോട്ട അത് കണ്ട് ആസ്വദിക്കാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ കോട്ടയിലൂടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അവനും ആ കോട്ടയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ കോട്ടയുടെ ഒരുപാട് ഭാഗങ്ങൾ തകർന്നിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുക. ആ കോട്ടയുടെ ഉള്ളിൽ വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ പടർന്നു പിടിച്ചിരുന്നു. ലൂഫിക്കാണെങ്കിൽ യാതൊരു ഭയവും ഇല്ലാതെ ഇരുട്ടിലും
അതുപോലെ തന്നെ ചെറിയ ഇടുക്കിലൊക്കെ അവനങ്ങനെ ചാടി വന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. സോറോ ആണെങ്കിൽ ആ കോട്ടയുടെ മുക്കും മൂലയും പരിശോധിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റും തകർച്ചയും അവൻ നോട്ടീസ് ചെയ്യും. പുറത്തുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് അവൻ പറയും, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കിങ്ങും അതുപോലെ തന്നെ ലോക്കിയും ഇവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് ഉണ്ടായെന്ന് എനിക്കറിയാം. ആ ഒരു ഫൈറ്റിലായിരിക്കും ഈ വലിയ വലിയ കേടുപാടുകൾ ഉണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. അവിടുത്തെ ഇമ്പാക്റ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഫൈറ്റ് ഏത് ലെവലിലാണ് അവിടെ നടന്നതെന്ന്. ലോക്കി അവൻ ശരിക്കും ഒരു വലിയ മോൺസ്റ്ററാണ്. ഹറാൾഡും വളരെയധികം പവർഫുൾ ആണ്. പക്ഷേ ലോക്കിയെ പോലെ നെഗറ്റീവായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. അങ്ങനെ റോഡോ ആണെങ്കിൽ വളരെ കാര്യമായിട്ട് ആ ഫൈറ്റിനെ കുറിച്ചുള്ള കഥ പറയുമ്പോഴായിരിക്കും ലൂഫിയുടെ നിലവിളി കേൾക്കുക. നിലവിളി കേട്ട് ഇപ്പോൾ റോഡോയും സോറോയും നാമിയും ലൂഫിയുടെ അരികിലേക്ക് വരും. റോഡോയ്ക്കാണെങ്കിൽ അവന്റെ ഭയം കൂടി വരികയാണ്. അവന്റെ തൊട്ടു മുൻപിൽ വലിയൊരു തലയോട്ടി കാണും. അത് കണ്ട് റോഡോ അടക്കം എല്ലാവരും ഭയപ്പെടും. ലൂഫി ആണെങ്കിൽ അവരോട് പറയും, ഇവിടെ മുഴുവൻ ഒരുപാട് ജയൻസിന്റെ സ്കെൽട്ടൺ ആണ്. നിങ്ങളിത് കണ്ടില്ലേ? ഇവരാരാണ്? എങ്ങനെയാണ് ഇത്രയധികം സ്കെൽട്ടൺസ് ഇവിടെ വന്നതെന്ന് നമ്മുടെ ആൾക്കാർ ചോദിക്കും. അതിന് റോഡോ പറയും, ഇപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഇവിടേക്ക് വരാൻ ഭയന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അവരാരും പുറത്തേക്ക് വന്നിട്ടില്ല. ആ ലോക്കി അത്രയധികം ബാഡായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സിനെ അവൻ കൊന്നുകളഞ്ഞു. ആ സോൾജിയേഴ്സിന്റെ സ്കെൽട്ടൺ ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കോട്ടയിൽ ഉണ്ടായിരുന്ന രണ്ട് പേര് മാത്രമാണ് അവശേഷിക്കുന്നത്, ചീഫ് ജെറൂൾ മാസ്റ്ററും അതുപോലെ തന്നെ ലോക്കിയും. അതുകൊണ്ടാണ് ഈ ഒരു കോട്ടയിലേക്ക് ആരും വരാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയതും ഇവിടേക്ക് ആരും വരാതിരുന്നതും. എനിക്ക് തോന്നുന്നത് ഇവറ്റകളുടെ പ്രേതവും ഭൂതവും ഒക്കെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നാമയെ ഭയപ്പെടുത്താനായിട്ട് തുടങ്ങും. ആ സമയം ലൂഫി ആണെങ്കിൽ കൊമ്പൊക്കെയുള്ള വലിയൊരു സ്കെൽട്ടൺ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർ മുമ്പ് ഫൈറ്റ് ചെയ്ത ആ ഓറിന്റെ തല പോലൊരു സ്കെൽട്ടൺ. അത് കേട്ട് റോഡോ പയ്യൻ പറയും, വലിയ വലിയ സ്കെൽട്ടൺ എല്ലാം തന്നെ വാരിയേഴ്സിൻ്റെതാണ്. അവരുടെ ബോഡിയിലാണ് യഥാർത്ഥ ആൻഷ്യൻ ബ്ലഡ് ഓടുന്നത്. ഇപ്പോ അവരെല്ലാവരും മരിച്ചുപോയി. ഏറ്റവും പവർഫുള്ളായ ആള് അത് കിങ് ഹറാൾഡ് തന്നെയാണെന്ന് പറയുമ്പോഴായിരിക്കും അവർ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫോട്ടോ അവിടെ കാണുക. അദ്ദേഹത്തിന്റെ രൂപം കാണുമ്പോൾ അല്പം ഭയമൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. എൽബോഫ് അത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അദ്ദേഹമാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ തലയുടെ ഇരുവശങ്ങളിൽ കാണുന്ന കുഴികൾ അത് അദ്ദേഹത്തിന്റെ ആൻഷ്യൻ കൊമ്പുകളാണ്. അത് അദ്ദേഹം പിഴുതെറിയുകയാണ് ഉണ്ടായത്. ഇനി ഒരിക്കലും ഇവിടെ അക്രമം ഉണ്ടാവാൻ പാടില്ല, വലിയ ഫൈറ്റുകൾ നടക്കരുതെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് വലിച്ചെടുത്ത് കളഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അതൊന്നും നിറവേറ്റാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ അവരാണെങ്കിൽ ആ കഥകളൊക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് പോകുമ്പോൾ റോഡ് പയ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഹൈറുദ്ദീനെ കുറിച്ച് പറയും. ഹൈറുദ്ദീനെ ആണെങ്കിൽ വീണ്ടും കിങ് ആയിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടർ അടിക്കും, അപ്പൊ ഹൈറുദ്ദീനും ഇദ്ദേഹത്തിന്റെ മകനാണോ, ലോക്കിയുടെ ബ്രദറാണോ ഹൈറുദ്ദീൻ? അത് കേട്ട് റോഡ് പയ്യൻ പറയും, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ലോക്കിയുടെ മദറും അതുപോലെ തന്നെ ഹൈറുദ്ദീന്റെ മദറും അവർ രണ്ടുപേരും വ്യത്യസ്തരാണ്. രണ്ടുപേരും രണ്ടമ്മമാരുടെ മക്കളാണ്. എൽബോഫ് ഹൈറുദ്ദീന്റെ അമ്മയെ രാജ്ഞിയായിട്ട് ഏറ്റെടുത്തില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ എൽബോഫിലുള്ള ഒരു സ്ത്രീയല്ല. അതുകൊണ്ടാണ് അവരെ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ഞെട്ടിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞ് വീണ്ടും ആ കോട്ടയുടെ അകത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.